രണ്ടുപേരും ഇവിടെ വന്നിരുന്നാണ്. ഇക്ക നിങ്ങളല്ലേ ഇക്ക മൂത്തത്, പിന്നെ ഇവന്റെ ഈ ഗുണ്ടായസിട്ട് നിങ്ങൾ എന്തിനാ കൂട്ടിയിരിക്കുന്ന? ഈ ഇട്ടേക്കുന്ന ഉടുപ്പാരേന്നണ്ട അവന്റെ. അപ്പൊ എന്റെ ഗതി എത്രയാണെന്ന് നിനക്ക് മനസ്സിലായല്ലേ? ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും ആരാണ്? നീ എന്റെ അനിയൻട്രാ കുട്ടാ. ഇക്കേന്റെ ഇക്ക 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 നിന്റെ വാ ഒന്ന് തുറന്നാണ്ടോ നോക്കട്ടെ. ആ ഇക്ക ഒന്ന് വാ തുറന്നേ. ആ വായൊന്നും കണ്ടല്ല. ഒരു സാധനം ഈ വീട്ടിൽ ഞാൻ വാങ്ങിച്ചിട്ട് തിന്നാൻ കിട്ടുമോ? ഇന്നലെ സപ്സര ബേക്കറിന്ന് ഇന്നലെ അപ്സര ബേക്കറിയിൽ ഞാൻ 5 ചൂട് മുട്ട പപ്സ് വാങ്ങിക്കൊണ്ട് ഇവിടെ മേശപ്പുറത്ത് വെച്ച് 5 പപ്സിൽ 5 തീർന്ന്. ഇതാര് വിഴുങ്ങി? ഇക്ക എനിക്ക് മുട്ട അഴിച്ചുകൂടാന്ന് അറിയാല്ല. നീ കഴിക്കില്ല, നീ വായിൽ വെച്ചിട്ടങ്ങ് വിഴുങ്ങിക്കളെ. പഫ്സിന്റെ കേസിനൊക്കെ ഇക്കാനെ സംശയിക്കുന്ന മോശമാണ്. ഇവിടെ ഉമ്മ കഴിഞ്ഞ ആഴ്ച പായസം വെച്ച് അല്ലെ എല്ലാ 22 അണ്ടിപ്പരിപ്പ് എണ്ണി പറക്കി തിന്നവനാണ് ഈ ഡയലോഗ് എന്റെ അടുത്ത് പറയുന്നത്. അത് അണ്ടിപ്പരിപ്പ്, ഇത് ഫഫ്സ്. ഇക്ക പറയിക്ക ഇക്ക ഫഫ്സ് ആണ് എന്ന പപ്സ് അല്ലെന്ന്. ഈ ഫഫ്സ് തന്നെയാണ് പഫ്സ്. വായിനകത്ത് വേറെ സാധനം ഇരിക്കുന്നുണ്ടാണ് എനിക്ക് നേരെ പറയാൻ പറ്റാത്ത. പകുതി തരുവോ? ഡാ ഇപ്പഴല്ലേടാ നിനക്ക് മീശ കളിച്ച അടിച്ചു വെച്ചെന്നാണ്ടല്ലേ. മിണ്ടരുത്. അപ്പൊ ഇനി നമ്മളെല്ലാരും ഒരുമിച്ച് ആഹാരം എന്തായാലും പങ്കിട്ട് കഴിക്കും. ഇനി ഇവിടെ 6 പപ്സ് വാങ്ങി 5 പേര് വീതിച്ച് കഴിക്കും. ഓക്കെ, ഇത്രയുള്ള പറയാം. ശരി വയ്ക്കോ. മില്ലിൽ അരയ്ക്കുന്ന പോലെ ശബ്ദം കേൾക്കുന്നല്ലോ. ഇനി നീ ഇല്ലാതെ നമ്മൾ കഴിക്കില്ല. ഓക്കെ.